കർത്താവിൻ്റെ വിശ്വസ്തത ഈ ഓഗസ്റ്റ് മാസം എല്ലാ മേഖലകളിലും ഈ 1-ാം തീയതി നിങ്ങൾ കണ്ടിട്ടില്ലാത്തതുപോലെ ഈ മാസം കർത്താവ് നടത്തുന്ന അവിശ്വസ്തൻ്റെ കരം കണ്ടു നടക്കുന്ന ഒരു അനുഭവത്തിന് വേണ്ടി ആഗ്രഹിച്ചു. ഈ മാസം ആമേൻ, ഈ വർഷം ഇന്നും ഒരു അനുഭവിക്കാത്ത നന്മയുടെ ഒരു മാസമായിരിക്കും. ആമേൻ, നിൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും കർത്താവ് നിന്നെ മാനിക്കുന്ന മാസമായിരിക്കും. ഇതൊരു പ്രവചനമായിട്ട് ഏറ്റെടുത്തു. ആമേൻ, വലിയ അത്ഭുതം കർത്താവ് ചെയ്യാൻ പോകും. കർത്താവിൽ പ്രിയരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചക്കാലം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം, ഈ ശനിയാഴ്ച വരെ ദൈവം നമ്മളെ അത്ഭുതത്തോടെ നടത്തി. ആ ദൈവത്തിൻ്റെ വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്, ഏത് കാര്യത്തിലും ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. നമുക്കൊരു വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 24-ാം വാക്യം. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാവുന്നു, അവൻ അത് നിവർത്തിക്കും. നോക്കിക്കേ, ദൈവം എന്നെ വിളിച്ചത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയാണ്. പർപ്പസ്. ഹി കോൾഡ് മീ ഫോർ ഹിസ് ഓൺ പർപ്പസ്. അവൻ്റെ പദ്ധതിക്ക് വേണ്ടിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കും, നിങ്ങൾ കേട്ട് കഴിഞ്ഞ് ഇത് മാറ്റിവെക്കും. ബട്ട് ഗോഡ് ഹാവ് എ പർപ്പസ് അപ്പോൺ യു. നിൻ്റെ മേൽ ദൈവത്തിനൊരു പർപ്പസുണ്ട്. ആ പർപ്പസ് എന്ന് പറയുന്നത് ഈ കേട്ടത് അനേകരിൽ എത്തിക്കുക, അനേകർക്ക് ജീവൻ കൊടുക്കുക, അനേകർക്ക് ആമേൻ ഉറപ്പ് കൊടുക്കുക, ധൈര്യം കൊടുക്കുക. ഈ സുവിശേഷം നോക്കിക്കേ, ഒരു 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 സ്ഥാനത്തേക്ക് ഒരു MLA യോ MP യോ നമ്മളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് നമുക്കൊരു പർപ്പസുണ്ട്, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു പർപ്പസുണ്ട്. എന്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഒരു മെമ്പർ ആയിക്കോട്ടെ, ഒരു കൗൺസിലർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരു പർപ്പസുണ്ട്. നീ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം അവർ പരാജയപ്പെട്ടു പോകാം. ഒരു ജോലി സ്ഥലത്ത് ഒരു പ്രമോഷൻ കിട്ടുന്നത് ചെയ്ത നല്ല ജോലി കൊണ്ടല്ല, കാരണം അതാണ്. അവരുടെ ഉദ്ദേശം അടുത്തൊരു പ്രമോഷൻ കൊടുക്കുന്നത് ആ പൊസിഷനിൽ നിന്നിലൂടെ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ എനിക്ക് വേണ്ടത് എൻ്റെ ഫെയ്ത്ത്ഫുൾനെസ് അവർ നോക്കുന്നത്, എൻ്റെ വിശ്വസ്തതയാണ് അവർ നോക്കുന്നത്. ഞാനത് എങ്ങനെ ചെയ്യുന്നു, കഴിഞ്ഞ നാളെങ്ങനെ ചെയ്തു, ഇനി എങ്ങനെ ചെയ്യും. ഇന്ന് ഇത് കേൾക്കുന്ന മുഴുവൻ പേരോടും പറയട്ടെ, നമ്മൾ കേൾക്കുക മാത്രമല്ല, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ഈ ശനിയാഴ്ച നമ്മളെക്കുറിച്ച് ചില പദ്ധതിയുണ്ട്. ദൈവിക നന്മകൾ ഇത്രത്തോളം കർത്താവ് നടത്തിയില്ലേ, ഇനിയും നടത്തും. അവൻ്റെ വിശ്വസ്തത ഒരിക്കലും മാറത്തില്ല. പക്ഷേ ഞാൻ കർത്താവിനെ അറിഞ്ഞയാളാണ്. അറിയാത്ത ആളാണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് യേശുവിനെ അറിയാം, എനിക്ക് യേശുവുമായിട്ടൊരു കൂട്ടായ്മയുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കർത്താവിനെന്നോണം വിശ്വസ്തയോടെ ചെയ്യാം. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. എൻ്റെ ദൈവം വിശ്വസ്തനെ തന്നെ. 2 തിമോത്തിയോസ് 1:9-10 വാക്യങ്ങൾ. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു, നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. നോക്കിക്കേ, ദൈവജനം പറയാണ്, നമ്മുടെ പ്രവൃത്തിയൊന്നും നോക്കിയിട്ടല്ല യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വിളിച്ചത്, തൻ്റെ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചത്. ആമേൻ, നമ്മളെ രക്ഷിച്ചത് നമ്മുടെ പ്രവൃത്തിയൊന്നും അല്ലെന്നാണ് തിരുവചനം പറയുന്നത്, നമ്മുടെ കഴിവൊന്നും അല്ല. ബട്ട് എന്നെ സൗജന്യമായി ഈ രക്ഷയിലേക്ക് കർത്താവ് കൊണ്ടുവന്നെങ്കിൽ എനിക്ക് ഈ ഭൂമിയിൽ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു നടക്കാം. ബട്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എനിക്കിതൊരു അവസരമാണ്. ഞാനിതിൻ്റെ അകത്ത് എല്ലാ ദിവസവും ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ എനിക്ക് കർത്താവ് തരുന്നൊരു അവസരമാണ്. ഞാനിതിൻ്റെ അകത്ത് പുറകിൽ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആമേൻ ഇതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാനിതിനു വേണ്ടി വിശ്വാസം ചിലത് കാണുമ്പോൾ, ആമേൻ ഇത് കേൾക്കുന്ന മുഴുവൻ പേരും പറയാം, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും അനുഗ്രഹമായിരിക്കും. അപ്പോൾ എന്നെ കർത്താവ് നടത്താൻ പോകുന്ന വിധങ്ങൾ ഒന്ന് ചിന്തിച്ചേ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒരു പാത്രത്തെ ഏൽപ്പിച്ചാൽ, ആമേൻ ഒരു കുശാവിൻ്റെ കയ്യിൽ കാളിമണ്ണ് കൊടുത്താൽ അത് താനത് ഏറ്റവും ഭംഗിയുള്ളതാക്കി മാറ്റുന്നെങ്കിൽ, ആമേൻ ദൈവകരങ്ങളിലേക്ക് ആമേൻ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ കയ്യിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഈ വചനം ഒന്ന് കേൾക്കുമ്പോൾ നമ്മളെ കർത്താവ് പണിയാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിൽ ദൈവിക സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. 2 തിമോത്തിയോസിൽ 2-ാം അധ്യായം 13-ാം വാക്യം പറയാണ്, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. കർത്താവിന് ഒരിക്കലും കർത്താവിൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല. യേശു സ്നേഹമാണ്, അവൻ്റെ വിശ്വസ്തത മാറത്തില്ല. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരും പറയാം, തലമുറ നശിച്ചു പോകുന്ന ഭാരപ്പെട്ടിരിക്കുകയാണോ? നോ. ഈ വചനം നിൻ്റെ ഭവനത്തിൽ വന്നാൽ, ഈ വചനത്തിൽ നീ ചെയ്യുന്നതുകൊണ്ടൊന്നുമല്ല, ബട്ട് നമ്മൾ സ്നേഹത്തിൽ നമ്മൾ പലതും ചെയ്തു പോകും. ഈ വചനം ഒരു വീട്ടിൽ വന്നാൽ, ഈ വചനമാകുന്ന വിത്ത്
ഒരു വീട്ടിൽ പാകിയാൽ മുള പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അത്ഭുതം ഒരുങ്ങാൻ പോവുക, ചില വഴികൾ ഒരുങ്ങാൻ പോവുക, ചില വാതിലുകൾ കർത്താവ് തുറക്കാൻ പോവുക. നശിക്കത്തില്ല, നശിച്ചു പോകത്തില്ല. ദൈവിക നന്മകൾ കൊണ്ട് നിന്നെയും നിന്റെ തലമുറയും ദൈവം മാനിച്ചിരിക്കും. സകല കാലത്തിന് മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. ഫോർ ഹിസ് ഓൺ പർപ്പസ് ആൻഡ് ഗ്രേസ്. നമ്മളെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. ഫോർ ഹിസ് ഓൺ പർപ്പസ് ആൻഡ് ഗ്രേസ്. കൃപയാലത്രേ അവൻ്റെ പദ്ധതിക്ക് വേണ്ടി എന്നെ ദൈവം വിളിച്ചെങ്കിൽ. അവൻ്റെ വിശ്വസ്തത ഈ ദിവസങ്ങളിൽ നിന്നെയും നിൻ്റെ തലമുറയിലും നിൻ്റെ ആരോഗ്യത്തിൽ, നിൻ്റെ സമ്പത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ തലമുറയിൽ, എല്ലാ മേഖലകളിലും കർത്താവ് വെളിപ്പെടുത്താൻ പോവുക. ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവിൻ്റെ സ്നേഹം എല്ലാ മേഖലകളിലും ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ കർത്താവിൻ്റെ പ്രവൃത്തി ഇന്ന് ഈ ശനിയാഴ്ച വലിയൊരു അത്ഭുതമായി നിങ്ങൾ ഏറ്റെടുത്താട്ടെ, വചനം ഏറ്റെടുത്താട്ടെ. ഈ കൃപ, ഈ പർപ്പസ് ദൈവം എന്നെ അവൻ തന്നെ പദ്ധതിയിട്ട് അവൻ എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ ഈ കൃപയിൽ അർഹിക്കാത്ത നന്മകൾ, ദൈവിക അൺമെറിറ്റഡ് ആയിട്ടുള്ള ചിന്തിക്കാത്ത നന്മകൾ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. 3 കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഹിസ് പർപ്പസ്, ഹിസ് ഗ്രേസ് ആൻഡ് ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്. നോക്കിക്കേ, ഈ 3 നമ്മുടെ മേലാണ് ഉള്ളത്. ആ 3 നീ ഏറ്റെടുത്താൽ അവൻ്റെ പർപ്പസിന് വേണ്ടിയാണ് അവൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവൻ്റെ കൃപയാലാണ് ഞാൻ ആയിരിക്കുന്നത്. അവൻ്റെ വിശ്വസ്തത എൻ്റെ മേലുണ്ട് എന്ന് ഇന്ന് പകൽ ഏറ്റെടുക്കുമ്പോൾ അത്ഭുതത്തിൻ്റെ ഒരു ദിവസമാക്കി കർത്താവ് മാറ്റാൻ പോവുക. കഴിഞ്ഞ നാളുകളിൽ അടഞ്ഞു പോയ വാതിലുകൾ ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തുറക്കുകയാണ്. നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. നിന്നിലൂടെ കർത്താവിൻ്റെ കൃപ വെളിപ്പെടാൻ പോവുകയാണ്. നിന്നിലൂടെ അവൻ്റെ വിശ്വസ്തത ലോകം കാണാൻ പോവുക. കർത്താവിന് വേണ്ടി നിന്ന, യേശുവിൽ വിശ്വസിച്ച നിന്റെ കുടുംബത്തെ ദൈവം മാനിക്കുന്നത് ലോകം കാണാൻ പോകും. 1 കൊരിന്ത്യർ 1:9 പറയാണ്, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. വചനം ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നതല്ല, ഇത് എനിക്ക് വേണ്ടിയുള്ളത്. കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അന്ത്യത്തോളം നടത്തും, കൈവിടത്തില്ല, തള്ളത്തില്ല. കൂടെ ഉണ്ടെന്നേ. ഇന്ന് പോകുന്നിടത്തൊക്കെയും ഒറ്റയ്ക്കാണെന്നായിരിക്കും വിചാരം. ഒറ്റയ്ക്കല്ല, യേശു നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാറുണ്ട്. ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം. ഗോഡ് ബ്ലെസ് യു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റുകളിടാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അത്ഭുത സാക്ഷ്യങ്ങൾ കാണുന്ന നമ്പറിൽ അയച്ചു തരിക. ഗോഡ് ബ്ലെസ് യു. നാളെ ഞായറാഴ്ച ഒരുമിച്ച് കാണാം. കർത്താവ് വലിയ കാര്യങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യട്ടെ. എല്ലാ ദിവസവും രാവിലെ ടുഡേയ്സ് ബ്ലെസ്സിങ് വേർഡ് എന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ നിങ്ങൾ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.